ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്ന ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. അതായത് താമരയുടെ ട്യൂബേഴ്സ് നമ്മൾ കുറച്ച് സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 5-6 വെറൈറ്റീസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുവരെ താമര വാങ്ങി വളർത്താത്തവർക്ക് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താമര ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൊറിയർ വരുന്നത് DTDC ആണ്, ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നറുക്കെടുത്തിട്ട് ഒരാളെ വിന്നറായി സെലക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു, അതായത് 1K സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതും ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. വിന്നർ ആരാണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ ട്യൂബേഴ്സാണ് സെയിലിനുള്ളതെന്ന് കാണാം കേട്ടോ. ഫസ്റ്റത്തെ വെറൈറ്റി എന്ന് പറയുന്നത് റെഡ് പിയോണിയാണ്. റെഡ് പിയോണി എന്ന് പറഞ്ഞാൽ നല്ല താമരയിലെ ചെന്താമര എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. അതുപോലെ തന്നെ നല്ല റെഡ് കളറാണ് കേട്ടോ, നല്ല വലിയ ഫ്ലവേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബറൊക്കെ 250 ആണ്, നല്ല വലിയ ട്യൂബേഴ്സാണ്. പിന്നെ അതെ ഈ ട്യൂബർ ആകുമ്പോഴത്തേക്കും 150, പിന്നെ ഇത് ആകുമ്പോഴത്തേക്കും 280 വലിയ ട്യൂബറാണ് കേട്ടോ, അതാണ് ഏറ്റവും വലിയ ട്യൂബർ. പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും 130, പിന്നെ 50ൻ്റെ ട്യൂബറാണ് കേട്ടോ, 50. അതുപോലെ തന്നെ 50ൻ്റെ 2 പേർക്ക് 50ൻ്റെ ഉണ്ട് കേട്ടോ. 50, 100, 150, 200, 250, 280 ആ ഒരു റേറ്റിലാണ് നമുക്ക് റെഡ് പിയോണി വരുന്നത്. നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് റെഡ് പിയോണി എന്ന് പറയുന്നത്. നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് റെഡ് പിയോണിയുടെ ട്യൂബേഴ്സ് കേട്ടോ. അതുപോലെ തന്നെ നല്ല മഞ്ഞ കളറ് താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് യെല്ലോ പിയോണി. അപ്പോൾ യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ട്യൂബേഴ്സ് കേട്ടോ. കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ തരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ റേറ്റ് വരുന്നത് 150, 200, 250 ആ ഒരു റേറ്റിലാണ് കേട്ടോ. നമുക്ക് ട്യൂബേഴ്സ് വരുന്നത് ചെറുതൊന്നുമില്ല. യെല്ലോ പിയോണിയിൽ നമുക്ക് ചെറുത് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും നമുക്ക് യെല്ലോ പിയോണിക്ക് വന്നാൽ പെട്ടെന്ന് തീർന്നു, കാരണം യെല്ലോ പിയോണിക്ക് ഇപ്പോഴും ഡിമാൻഡാണ്. പഴയ വെറൈറ്റി ആണെങ്കിൽ കൂടി ഇപ്പോഴും യെല്ലോ പിയോണിക്ക് ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് യെല്ലോ പിയോണിയുടെ ട്യൂബേഴ്സ്. ഇനി അടുത്തത് നമ്മൾ ബ്ലൂമിംഗ് മിഷൻ എന്നറിയപ്പെടുന്ന അമേരിക്ക അമേലിയാണ് കേട്ടോ. അമേരിക്ക അമേലിയുടെ കുറച്ചധികം ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല നല്ല ഹാർഡൻ ആയിട്ടുള്ള ട്യൂബേഴ്സാണ്, റണ്ണറൊക്കെ ഓടിയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും 200, 150, അതുപോലെ തന്നെ 100, അതൊക്കെ ആ റേറ്റിലാണ് അമേരിക്ക അമേലിയ വരുന്നത്. പിന്നെ വേറെയും കുറച്ച് ട്യൂബേഴ്സും കൂടി ഉണ്ട് കേട്ടോ. അമേരിക്ക അമേലിയയുടെ ഇത് കണ്ടില്ല, റണ്ണേഴ്സൊക്കെ ഓടിയിട്ടുള്ള ട്യൂബേഴ്സാണ്. അപ്പോൾ ട്യൂബേഴ്സ് ശരിക്കും കണ്ടിട്ട് മാത്രം നമുക്ക് ഓർഡർ തരിക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും 200 ആ ഒരു റേറ്റ് വരും. നല്ല വലിയ ട്യൂബർ ആകുമ്പോൾ 200, പിന്നെ അതുപോലെ തന്നെ ചെറുതാകുമ്പോൾ ട്യൂബറിൻ്റെ സൈസിനും ഗ്രോത്ത് ടിപ്സിനും അനുസരിച്ചിട്ടാണ് റേറ്റ് ഇടുന്നത് കേട്ടോ. പിന്നെ എല്ലാ വെറൈറ്റിക്കും ഒരേ സൈസ് ട്യൂബർ ആയിരിക്കില്ല, ചില വെറൈറ്റി ചെറിയതായിരിക്കും, ചെറുത് വലുതായിരിക്കും കേട്ടോ. അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റാണി റെഡ് ആണ് കേട്ടോ. റാണി റെഡ് നല്ല വലിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ്. എൻ്റെ ഫസ്റ്റത്തെ ലോട്ടസാണ് കേട്ടോ റാണി റെഡ് എന്ന് പറയുന്നത്. എനിക്കുണ്ടായ ഫ്ലവറാണ് ഇട്ടേക്കുന്നത്. അപ്പം നല്ല വലിയ ഫ്ലവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും 150, 100, 150, 100 ഈ ഒരു റേറ്റാണ് റാണി റെഡിൻ്റെ ട്യൂബേഴ്സ് കേട്ടോ. നല്ല ട്യൂബേഴ്സാണ് എല്ലാം തന്നെ. ഇനി അടുത്ത ഞാൻ പറഞ്ഞില്ലേ കുറച്ചുകൂടി അമേരിക്ക അമേലിയ ട്യൂബേഴ്സ് ഉണ്ടെന്ന്, അതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും 130, അതുപോലെ തന്നെ ഇത് 200 വരും കേട്ടോ. നല്ല വലിയ ട്യൂബറാണ്. പിന്നെ 200, അതുപോലെ തന്നെ ഇതാകുമ്പോഴത്തേക്കും 250 വരും കേട്ടോ. കാരണം നല്ലോണം ഗ്രോത്ത് ടിപ്സ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചാൽ ഒരിക്കലും പിടിക്കാതിരിക്കില്ല. അമേരിക്ക അമേലിയ എന്ന് പറയുന്നത് 7ാം ദിവസം തന്നെ ബഡ് വരുന്നൊരു വെറൈറ്റിയാണ്. നന്നായിട്ട് ഫ്ലവർ വരും കേട്ടോ, ചെറ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ. അടുത്തത് കുറച്ച് ന്യൂ വെറൈറ്റി ആയിട്ടുള്ള ചാന്ദിനി എന്ന് പറയുന്ന ഒരു ലോട്ടസാണ്. ചാന്ദിനി കുറച്ച് ന്യൂ ആണ്, അതുകൊണ്ട് റേറ്റ് ഉണ്ട്, നമുക്ക് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പം നല്ല നല്ല ട്യൂബേഴ്സാണ് കേട്ടോ. എല്ലാം നല്ല ട്യൂബേഴ്സ്, റണ്ണറൊക്കെ കൂടിയിട്ടുള്ള, ജസ്റ്റ് വെച്ചാൽ മാത്രം മതി, നന്നായിട്ട് പിടിക്കാത്ത ട്യൂബേഴ്സ് അല്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതേ ചാന്ദിനി ആയത് കാരണം നല്ല ട്യൂബേഴ്സിന് നല്ല റേറ്റ് ഉണ്ട്. 250, 200 ആ ഒരു റേറ്റിലാണ് ചാന്ദിനി ഉള്ളത്. പിന്നെ 50ൻ്റെ 2 എണ്ണം കിടക്കുന്നത്, 2-3 എണ്ണം 50ൻ്റെ ഉണ്ടാവും. 50ൻ്റെ നിങ്ങൾ നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങുക. 50ൻ്റെ ട്യൂബേഴ്സ് വാങ്ങുന്നവർ നിങ്ങളുടെ ഓൺ റിസ്കിൽ മാത്രം വാങ്ങുക. നമ്മളത് റീഫണ്ട് ചെയ്ത് തരുന്നതല്ല കേട്ടോ. കാരണം 50 നിങ്ങൾ നമുക്ക് പിടിച്ചില്ല എന്നൊന്നും പറയരുത്. കാരണം 50ൻ്റെ ട്യൂബേഴ്സൊക്കെ ഒരു ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് 250 ട്യൂബേഴ്സ് കണ്ടില്ല, നല്ലോണം റണ്ണേഴ്സൊക്കെ കൂടിയിട്ടുള്ള ട്യൂബേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ട്യൂബേഴ്സൊക്കെ വീഡിയോയിൽ തന്നെ കാണുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരാനൊന്നും പറയരുത്, കാരണം വീഡിയോയിലുള്ള ട്യൂബേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാവുക. അപ്പോൾ കണ്ടില്ല, നല്ല വലിയ ട്യൂബേഴ്സാണ്. ഇപ്പോൾ ഈ ഒരു വലിയ ട്യൂബറിന് മാത്രം 300 ആണ്, ബാക്കിയെല്ലാം 200, 250 ആ ഒരു റേറ്റാണ് ചാന്ദിനിക്കുള്ളത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്, വലിയ ഫ്ലവറാണ്. ഒരു യെല്ലോയും പിങ്കും കൂടി, വൈറ്റ് പിങ്കും കൂടിയൊക്കെ വരുന്നൊരു കളറാണ് കേട്ടോ ചാന്ദിനിയുടേത്. അപ്പോൾ ഇത് ഈ ഒരു ട്യൂബറാണ് കേട്ടോ 50ൻ്റെത്.
ട്യൂബർ ശരിക്കും കാണാം. ഗ്രോത്ത് ടിപ്പൊക്കെ ഉണ്ട്, 2 ഗ്രോത്ത് ടിപ്പ് ഉണ്ട്. ട്യൂബർ ഓക്കെ ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് അങ്ങനെ 2-3 പേർക്ക് ഉണ്ട് കേട്ടോ 50-ൻ്റെ കണ്ടില്ലേ. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത് ചാന്ദിനിയാണ് കേട്ടോ. ഇപ്പോൾ 50-ൻ്റെ ട്യൂബേഴ്സൊക്കെ വാങ്ങുമ്പോൾ നമുക്കത് അതായത് ഫ്ലവർ ഇടാൻ 1 മാസം കൊണ്ട് ചിലപ്പം പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അത് ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ച് വരാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പിടിച്ചാൽ തന്നെ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആയിരിക്കും, പിടിക്കും ചിലപ്പം. അപ്പം അതൊക്കെ ഓക്കെ ആയിട്ടുള്ളവർ വാങ്ങുക കേട്ടോ. ഇനി നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം. ആരാണ് വിന്നർ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് വിന്നറിനെ നോക്കട്ടെ. രവീണയാണ് കേട്ടോ വിന്നർ എന്ന് പറയുന്നത്. അപ്പോൾ രവീണ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് എന്തായാലും ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ട്യൂബേഴ്സ് വേണ്ടവർ നമ്മളെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്